ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൈപുണ്യം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മട്ടൻ ഗ്രേവിയാണ്. സിമ്പിളായിട്ടുള്ള ഒരു മട്ടൻ ഗ്രേവി റെസിപ്പിയാണ്. ഇത് ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കൂടെ ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 വലിയ സവാള, കുറച്ച് ഉള്ളി, 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, പിന്നെ 2-3 പച്ചമുളക്, 1/4 കിലോ മട്ടൻ. ഇതിനു വേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അത് നല്ല ഒന്ന് പൊരിഞ്ഞു വരുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കണം. പിന്നെ അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇട്ട് കൊടുത്ത് ഒന്ന് നല്ല ചുമന്ന കളർ വരുന്നിടം വരയ്ക്കും ഒന്ന് ഇളക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ മട്ടൻ ഗ്രേവി വയ്ക്കുന്നതെങ്കിൽ ഇത് നോക്കി ചെയ്താൽ മതി. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാള ഇട്ട് കൊടുക്കണം. അതും ഒന്ന് നല്ല ചുമന്ന ബ്രൗൺ കളറിൽ വരണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോയുടെ താഴെ ഒരു റെഡ് കളർ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യണം. അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയ്ക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതേപോലെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതണം. പിന്നെ ഇതിലേക്ക് ആ സവാള ഒന്ന് പെട്ടെന്ന് ചുമന്ന് വരുന്നതിന് വേണ്ടി 1 സ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൂടെ ഞാൻ 2 ഏലക്കായും 1 പട്ടയും കൂടെ ചേർത്ത് അരച്ചതാണ്. അങ്ങനെ അരയ്ക്കണമെന്നില്ല, ഇല്ലെങ്കിൽ ഗരം മസാല കൂടെ ചേർത്താൽ മതി. അതും എണ്ണയിലിട്ട് നല്ല ഒന്ന് വഴറ്റണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം നല്ല ചുമന്ന് വരണം. ഇനി ഇതിലേക്ക് നമ്മൾ മസാല പൗഡർ ചേർക്കണം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ ഗരം മസാല, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നതിന് വേണ്ടി നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. തീ വന്ന് സിമ്മിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. അതേപോലെ സിമ്പിൾ വീഡിയോസിന് വേണ്ടി എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ ആദ്യം 1 സ്പൂണാണ് ഇട്ട് കൊടുത്തത്. ഇനി മട്ടൻ ആവശ്യമായ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് ഇളക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മട്ടൻ ഇട്ട് കൊടുക്കണം. മട്ടൻ ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് ഇളക്കണം. ആ മസാലകളെല്ലാം മട്ടനിൽ നല്ല ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി ഇത് ഒരു 5 നിമിഷം നമുക്ക് അടച്ചു വെക്കണം. വെള്ളമൊന്നും ഇപ്പോൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. അഞ്ച് നിമിഷം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ല ഇളക്കിയിട്ട് ഇതിനാവശ്യമായ വെള്ളം ഒഴിക്കണം. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ആ മട്ടൻ മുങ്ങുന്ന അളവിന് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് ഒരു 5-6 വിസിൽ വരുന്നിടം വരയ്ക്കും വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ കുക്കറിൻ്റെ ലെവൽ അനുസരിച്ച് വിസിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതേപോലെ മട്ടൻ്റെ വേവ് അനുസരിച്ച് വിസിൽ വെച്ചാൽ മതി. ഇപ്പോൾ വിസിലെല്ലാം പോയിട്ട് ആവി നല്ല പോയി വന്നിട്ടുണ്ട്.
ഇപ്പോൾ മട്ടൺ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ഗ്രേവി വേണ്ട എങ്കിൽ നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇത് തേങ്ങ ഒന്നും ഇതിന് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല സൈഡ് ഡിഷാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതേപോലെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു.